ഹായ്, നമസ്കാരം. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് അയർലൻഡിലെ ഡബ്ലിനിൽ സ്ഥിതി ചെയ്യുന്ന വൈറ്റ് ഫിയർ സ്ട്രീറ്റ് ചർച്ചിലാണ്. ഈ പരിശുദ്ധ ദേവാലയത്തെക്കുറിച്ച് ചിലർക്കെങ്കിലും അറിയായിരിക്കും. അറിയാത്തവർക്കായി പറയട്ടെ, ഫെബ്രുവരി 14 നമ്മളൊക്കെ ആഘോഷിക്കുന്ന വാലന്റൈൻസ് ഡേയുടെ അല്ലെങ്കിൽ സെന്റ് വാലന്റൈൻസിൻ്റെ അവശിഷ്ടങ്ങളടങ്ങിയ തിരുശേഷിപ്പ് സ്ഥാപിതമായിരിക്കുന്ന ഒരു ദേവാലയമാണിത്. ഈ പള്ളിയുടെ പ്രധാന വാതിൽ തുറന്ന് ഞങ്ങൾ ഉള്ളിലേക്ക് പ്രവേശിച്ചപ്പോൾ പ്രാർത്ഥന നിർഭരമായ ഒരു ഭക്തിസാന്ദ്രമായ അന്തരീക്ഷമായിരുന്നു അവിടെ. ഏറെ മനോഹരവും കൊത്തുപണികളാൽ നിർമ്മിതവുമായിരിക്കുന്ന ഈ വലിയ ദേവാലയത്തിന് ഉള്ളിൽ അനേകായിരങ്ങളാണ് ആ വിശുദ്ധൻ്റെ മുൻപിൽ പ്രാർത്ഥനകളുമായി എത്തുന്നത്. ഭാര്യ ഭർത്താക്കന്മാർ, പ്രണയിനികൾ, പരസ്പരം സ്നേഹിക്കുന്നവർ ഇവിടെ വന്ന് ആ വിശുദ്ധൻ്റെ തിരുശേഷിപ്പിന് മുൻപിൽ പ്രാർത്ഥനകളെ അർപ്പിക്കുന്നു, തിരികൾ തെളിക്കുന്നു. ക്രിസ്തുമസും ന്യൂ ഇയറും പോലുള്ള വലിയ ആഘോഷങ്ങൾ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ലോകത്തിൽ ജനങ്ങൾ ആഘോഷിക്കുന്ന ഒരു ദിവസമാണ് ഫെബ്രുവരി 14 വാലന്റൈൻസ് ഡേ. പ്രണയിനികളും ദമ്പതികളും ഒക്കെ പൂക്കളും ആശംസ കാർഡുകളും സമ്മാനങ്ങളും ഹണിമൂൺ ട്രിപ്പുകളും ഒക്കെയായിട്ട് കോടിക്കണക്കിന് രൂപയുടെ കച്ചവട സാധ്യതകൾ ഇന്ന് ലോകത്തിന് മുൻപിൽ ആ ദിവസത്തിൽ നടക്കപ്പെടുന്നു. ഈ ദിവസത്തിൻ്റെ പ്രത്യേകതയോ ആരായിരുന്നു വാലന്റൈൻസ് എന്നോ പലർക്കും ഇന്നും അറിയില്ല. നമ്മുടെ ഇന്ത്യയിലും നമ്മുടെ കൊച്ചു കേരളത്തിൽ പോലും വലിയ ആഘോഷമായി മാറിയിരിക്കുന്ന ഈ ദിനത്തിൻ്റെ അല്പം വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ. AD 3-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു പുരോഹിതനായിരുന്നു വാലന്റൈൻസ് ഡേ എന്നാണ് വിശ്വാസം. അന്ന് റോം പട്ടണം ഭരിച്ചിരുന്ന ക്ലീസിയസ് 2-ാമൻ ചക്രവർത്തി സൈന്യത്തിലേക്കെടുക്കുന്ന പടയാളികൾ കല്യാണം കഴിക്കാൻ പാടില്ലെന്ന് അറിയിച്ചിരുന്നു. ചക്രവർത്തിയുടെ വിലക്ക് ലംഘിച്ച പ്രണയിതാക്കളായ ചില സൈനികർ രഹസ്യമായി വിവാഹം കഴിക്കുവാനായി വാലന്റൈൻസിൻ്റെ അടുത്തേക്ക് എത്തുകയും അദ്ദേഹം അവരുടെ വിവാഹം രഹസ്യമായി നടത്തിക്കൊടുക്കുകയും ചെയ്തു. ചില ചാരന്മാർ ഈ വിവരം ചക്രവർത്തിയുടെ കാതുകളിൽ എത്തിക്കുകയും വാലന്റൈനെ പിടികൂടുകയും മരണശിക്ഷയ്ക്ക് വിധിക്കുകയും ചെയ്തു. അങ്ങനെ മരണശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ കഴിഞ്ഞിരുന്ന വാലന്റൈനെ സന്ദർശിക്കുന്നതിനായി ജയിൽ സൂക്ഷിപ്പുകാരൻ്റെ അന്ധയായ മകൾ സ്ഥിരമായി സന്ദർശിക്കുക പതിവായിരുന്നു. പുരോഹിതനായ വാലന്റൈനിൻ്റെ നിരന്തരമായ പ്രാർത്ഥനയുടെ ഫലമായി അവൾക്ക് കാഴ്ച ലഭിക്കുകയും പിന്നീട് കാഴ്ച ലഭിക്കാൻ കാരണമായ ആ യുവാവിൻ്റെ മേൽ അവൾക്ക് പ്രണയം തോന്നുകയും അനുരാഗപരവശയായി തീർന്നുവെന്ന് പറയപ്പെടുകയും ചെയ്യുന്നു. ഒടുവിൽ മരണദിവസമായ ഫെബ്രുവരി 14 അദ്ദേഹത്തിൻ്റെ തല വെട്ടാനായി കൊണ്ടുപോകുന്നതിന് മുൻപായി വാലന്റൈൻ തന്നെ പ്രണയിച്ച അവളുടെ കയ്യിൽ വിടവാങ്ങൽ സന്ദേശമായി ഇത്രമാത്രം എഴുതി: ഫ്രം യുവർ വാലന്റൈൻ. അദ്ദേഹത്തിൻ്റെ രക്തസാക്ഷിത്വ ദിനം നമ്മൾക്ക് പ്രണയദിനമായത് ഒരു നിമിത്തം എന്ന് മാത്രം. AD 496 അന്നത്തെ മാർപ്പാപ്പയായിരുന്ന പോപ്പ് ഗാലസീസ് വാലന്റൈനെ കത്തോലിക്ക സഭയിലെ രക്തസാക്ഷിയായി പ്രഖ്യാപിക്കുകയും അദ്ദേഹത്തെ വിശുദ്ധനായി നാമകരണം ചെയ്യുകയും ചെയ്തു എന്ന് വിശ്വസിക്കുന്നു.
1835 ഫാദർ ജോൺ സ്പാർട്ട് എന്ന വൈദികൻ മാർപ്പാപ്പയായിരുന്ന ഗ്രിഗറി 16 അനുവാദത്തോടെ വാലന്റൈനെ അടക്കം ചെയ്തിരുന്ന കല്ലറ പൊളിക്കുകയും അവിടെ നിന്നും ഭൗതിക അവശിഷ്ടങ്ങൾ പെട്ടിയിലാക്കി ഡബ്ലിനിലെ ഈ ദേവാലയത്തിൽ അടക്കം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അവിടെ ഇപ്പോൾ 10,000 വിശ്വാസികൾ, പ്രണയിതാക്കൾ, ദമ്പതികൾ അവരുടെ ജീവിത സാഫല്യത്തിനായി സ്നേഹത്തിലും സന്തോഷത്തിലും മുന്നോട്ടു പോകുവാൻ അവർ ഈ ദേവാലയത്തിലെത്തി പ്രാർത്ഥന നടത്തുന്നു, അനുഗ്രഹങ്ങൾ വാങ്ങുന്നു. അവരുടെ പ്രാർത്ഥനകൾക്ക് ഫലമുണ്ടാകട്ടെ എന്ന് നമ്മൾക്കും ആശംസിക്കാം. പ്രധാന വാതിലിലൂടെ പ്രവേശിച്ചാൽ വലതുഭാഗത്തായിട്ട് ഈ വിശുദ്ധൻ്റെ കബറിടം ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത്. എല്ലാ ദിവസങ്ങളിലും പകൽ സമയം ഈ ദേവാലയം ഇവിടെ തുറന്ന് പ്രാർത്ഥനകൾക്കായി ഇട്ടിരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും നമസ്കാരം.